ഹലോ, അമ്മൂസ് ഈസി ഇംഗ്ലീഷിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അമ്മു. ഇന്ന് നമ്മുടെ 4ാമത്തെ ലെസനാണ്. ഒന്നാലോചിച്ചു നോക്കൂ. നമ്മൾ പുതിയ ഒരാളെ കാണുമ്പോൾ ആദ്യം എന്താ ചോദിക്കുക? പേര്, അല്ലേ? അത് ഇംഗ്ലീഷിൽ എങ്ങനെ കൂളായിട്ട്, കോൺഫിഡൻസോടെ ചോദിക്കാം, എങ്ങനെ മറുപടി പറയാം എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സൂപ്പർ സിമ്പിളായിട്ട്. റെഡിയല്ലേ? ലെറ്റ്സ് സ്റ്റാർട്ട്. ഈ ഒരു ലെസൺ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് 3 കാര്യങ്ങൾ ഈസിയായി ചെയ്യാൻ പറ്റും. 1. വാട്ട് ഈസ് യുവർ നെയിം എന്ന് ഭംഗിയായി ചോദിക്കാൻ. 2. മൈ നെയിം ഈസ് എന്ന് സ്മാർട്ടായിട്ട് മറുപടി പറയാൻ. പിന്നെ സംഭാഷണം തുടങ്ങാൻ നൈസ് ടു മീറ്റ് യു പോലെയുള്ള ചില കൂൾ ഫ്രേസസ് പഠിക്കാം. ബേസിക്കലി ഈ ലെസൺ കഴിയുമ്പോൾ നിങ്ങൾക്ക് ആരെയും ഇംഗ്ലീഷിൽ പരിചയപ്പെടാൻ ഒരു പേടിയും ഉണ്ടാകില്ല. അപ്പോ നമുക്ക് തുടങ്ങിയാലോ? നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു സംഭാഷണം ഉണ്ടാക്കാൻ പഠിക്കാം. സ്റ്റെപ്പ് 1. പേര് ചോദിക്കാം. ഇംഗ്ലീഷിൽ പേര് ചോദിക്കുന്ന ഏറ്റവും കോമണായ രീതിയാണ് വാട്ട് ഈസ് യുവർ നെയിം? എന്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കൂ. വാട്ട് ഈസ് യുവർ നെയിം? പെർഫെക്റ്റ്. ഇതിലൊരു ചെറിയ ഗ്രാമറുണ്ട്. ചോദ്യം ചോദിക്കുമ്പോൾ എപ്പോഴും വാട്ട്, വേർ പോലെയുള്ള ക്വസ്റ്റ്യൻ വേർഡ് ആദ്യം വരും. പിന്നെ ഈസ് എന്ന വേർബ്. എന്നിട്ടാണ് യോർ നെയിം വരുന്നത്. ഈ ഓർഡർ ഓർത്താൽ മതി. സ്റ്റെപ്പ് 2. പേര് പറയാം. ഇനി ആരെങ്കിലും നിങ്ങളോട് വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിച്ചാൽ എന്തു പറയും? മൈ നെയിം ഈസ് എന്നിട്ട് നിങ്ങളുടെ പേര് പറയുക. ഫോർ എക്സാമ്പിൾ, മൈ നെയിം ഈസ് അമ്മു. ഇനി നിങ്ങളുടെ പേര് വെച്ച് ഒന്ന് പറഞ്ഞു നോക്കൂ. മൈ നെയിം ഈസ്. ഗ്രേറ്റ്. ഇവിടെയും ആ ഓർഡർ ശ്രദ്ധിച്ചോ? ആദ്യം മൈ നെയിം എന്ന സബ്ജക്റ്റ്, പിന്നെ ഈസ് എന്ന വേർബ്, എന്നിട്ട് പേര്. സിമ്പിൾ. സ്റ്റെപ്പ് 3. പരിചയപ്പെട്ടതിൽ സന്തോഷം അറിയിക്കാം. പേര് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് നൈസ് ടു മീറ്റ് യു എന്ന് പറയാം. ഇതിന്റെ അർത്ഥം നിങ്ങളെ കണ്ടതിൽ സന്തോഷം എന്നാണ്. ഇതൊരു വളരെ പൊളൈറ്റായിട്ടുള്ള വാചകമാണ്. നമുക്കൊരുമിച്ച് പറയാം, നൈസ് ടു മീറ്റ് യു. സൂപ്പർബ്. ഇനി നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ വെച്ച് ഒരു ചെറിയ സംഭാഷണം നോക്കിയാലോ? ഞാൻ 2 പേരായും സംസാരിക്കാം. ശ്രദ്ധിച്ചു കേൾക്കണേ. ഹലോ, വാട്ട് ഈസ് യുവർ നെയിം? മൈ നെയിം ഈസ് രാജു. നൈസ് ടു മീറ്റ് യു. മൈ നെയിം ഈസ് അമ്മു. നൈസ് ടു മീറ്റ് യു ടു. കണ്ടോ, എത്ര എളുപ്പത്തിലൊരു കോൺവെർസേഷൻ തുടങ്ങി. ഒരാൾ നൈസ് ടു മീറ്റ് യു എന്ന് പറയുമ്പോൾ മറുപടിയായി അവസാനം ഒരു ടു ചേർത്താൽ മതി. നൈസ് ടു മീറ്റ് യു ടു. ഇനി നമ്മൾ മലയാളികൾക്ക് സാധാരണ പറ്റുന്ന ഒരു തെറ്റ് ഞാൻ പറഞ്ഞുതരാം. പേടിക്കേണ്ട, ഇത് പഠിച്ചാൽ പിന്നെ തെറ്റില്ല. ചിലർ മൈ നെയിം രാജു എന്ന് പറയും. ആ ഇസ് അങ്ങ് വിട്ടുപോകും. അത് മറക്കരുത്. ഈസ് ഒരു പ്രധാനപ്പെട്ട വേർബാണ്. ശരിയായ പ്രയോഗം മൈ നെയിം ഈസ് രാജു എന്നാണ്. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ. ശരി, ഇനി നിങ്ങൾക്കുള്ള ഒരു ചെറിയ ടെസ്റ്റ്. റെഡിയല്ലേ? പുതിയ ഒരാളെ കാണുമ്പോൾ നമ്മൾ പറയുന്ന ഒരു വാചകമുണ്ട്, നൈസ് ടു ഡാഷ് യു. ഈ വിട്ട ഭാഗത്ത് എന്ത് വരും? ഓപ്ഷൻസ് ഇതാ: സി, നോ, മീറ്റ്. ചിന്തിച്ചു നോക്കൂ. കിട്ടിയോ? The correct answer is meet. Nice to meet you. കാരണം മീറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യമായി കണ്ടുമുട്ടുക എന്നാണ്. അതൊരു ഫിക്സ്ഡ് എക്സ്പ്രഷനാണ്. എക്സലന്റ്. ഒരു ചോദ്യം കൂടി. Are you ready? ഒരാളോട് പേര് ചോദിക്കാൻ ഇതിലേതാണ് ശരിയായ രീതി? ഓപ്ഷൻ എ, Your name is what? Option B, What is your name? Option C, What your name? ഏതാണ് ശരി? Yes, it's option B. What is your name? നമ്മൾ പഠിച്ച നിയമം ഓർമ്മയില്ലേ? ക്വസ്റ്റ്യൻ വേർഡ് ആദ്യം, പിന്നെ വേർബ്, എന്നിട്ട് സബ്ജക്റ്റ്. You are a star. അപ്പോ ഇന്നത്തെ ലെസണിൽ നിന്ന് ഓർത്തുവെക്കേണ്ട പ്രധാനപ്പെട്ട 4 വാചകങ്ങൾ നമുക്കൊരുമിച്ച് ഒന്നുകൂടി പറഞ്ഞു നോക്കാം. ഫൈനൽ പ്രാക്ടീസ്. പേര് ചോദിക്കാൻ
വാട്ട് ഈസ് യുവർ നെയിം? പേര് പറയാൻ. മൈ നെയിം ഇസ്. ആദ്യമായി കാണുമ്പോൾ പറയാൻ. നൈസ് ടു മീറ്റ് യു. അതിന് മറുപടിയായിട്ട് നൈസ് ടു മീറ്റ് യു ടു. ഈ 4 വാചകങ്ങൾ മാത്രം മതി ആരുമായിട്ടും ഒരു സംഭാഷണം തുടങ്ങാൻ. പൊളിയല്ലേ? ഇന്നത്തെ ലെസൺ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും ഉപകാരപ്പെട്ടെന്നും വിചാരിക്കുന്നു. ഇനി ധൈര്യമായിട്ട് ഇംഗ്ലീഷിൽ പരിചയപ്പെടാമല്ലോ, അല്ലേ? അടുത്ത ലെസണിൽ നമ്മൾ കുടുംബാംഗങ്ങളെ എങ്ങനെ ഇംഗ്ലീഷിൽ പരിചയപ്പെടുത്താം എന്ന് പഠിക്കും. അതൊട്ടും മിസ് ചെയ്യരുത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ആ ബട്ടണൊന്ന് പ്രസ് ചെയ്യണേ. See you in the next lesson. Bye.